എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 ലോകം മുഴുവൻ ഒട്ടുമിക്ക കപ്പിൾസും വാലന്റൈൻസ് ഡേ ആയിട്ട് കൊണ്ടുനടക്കുന്നു. നമ്മളെ പോലെയുള്ള സിംഗിൾസ് ചിലർ കരയുന്നു, ഇഗ്നോർ ചെയ്യുന്നു, സിനിമ അങ്ങനെ പോകുന്നു. ഞാൻ ഇന്ത്യയിലെ ബ്ലാക്ക് ഡേറ്റ് ആദരിക്കുന്നു. അതിന് കാരണം ഈ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടല്ല, ഇന്നേക്ക് 5 വർഷം മുൻപ് നടന്ന ആ ഇൻസിഡന്റ്, ആ ദിവസം ജമ്മു കാശ്മീരിലെ പുൽവാമ അറ്റാക്ക്, അതിലെ ഇന്ത്യക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത 40 സോൾജേഴ്സ്, അവർക്ക് വേണ്ടി ബ്ലാക്ക് ഡേറ്റ് ഇന്ത്യ, അതിലെ ഓരോ ഇന്ത്യക്കാരനും ബ്ലാക്ക് ഡേറ്റ് ആദരിക്കുന്നു. അതിലൊരാളാണ് ഞാനും. അപ്പോൾ എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആശംസകളും അതുപോലെ തന്നെ ബ്ലാക്ക് ഡേ ആദരവും. ഓക്കെ, അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 43 എപ്പിസോഡിന്റെ ആദ്യം തന്നെ അവരുടെ ചലഞ്ച്, ആ ടയർ 5 പിൽസ് അത് രണ്ടുപേരും ഉണ്ടാക്കാൻ നോക്കി പൊട്ടിപ്പോയി. ഹാൻഷ്യൻ വിചാരിക്കുന്നത് എന്തായാലും വർക്ക് ആവില്ല, അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കുന്നതാകും നല്ലത് എന്ന് വിചാരിച്ച് അത് ചെയ്യാനായിട്ട് തുടങ്ങി. സിയോയൻ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവന് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ടൈം പോയി, സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. അത് ഹാൻഷാവോന്റെ ആണെന്ന് മനസ്സിലായി. ഹാൻഷാവല്ല, ഹാൻഷ്യൻ. അവരുടെ ആൾക്കാർക്കാണെങ്കിൽ ആവേശം അവനുണ്ടാക്കി കഴിഞ്ഞതുപോലെ. എന്നാൽ അത് പകുതി പോലും ആയിട്ടില്ല. സിയോയന് കഴിയാത്തതിൽ ബാക്കിയുള്ളവർക്കും ടെൻഷനുണ്ട്. അതൊരു ബോക്സിലാക്കിയിട്ട് എൽഡർ ഹവന് കൊണ്ടുവിടുന്നു. എൽഡർ ഹവന് മനസ്സിലായി ഇത് ഫെയിൽ പ്രോഡക്റ്റ് ആണ്, അവൻ ബെറ്റർ ആരാണോ ഉണ്ടാക്കുന്നത് എന്നതിൽ അവന് കോൺഫിഡൻസ് ഉണ്ട് എന്ന്. സിയോയൻ അവന്റെ പിൽസ് നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. അതിന് എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ, അത് ജോയിൻ ആകാൻ വേണ്ടി തുടങ്ങിയത്. അതുകൊണ്ട് എൽഡർ ഹവനാണെങ്കിൽ പ്രതീക്ഷ, എന്നാൽ അവനെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഹാൻഷ്യൻ. എന്നാൽ പെട്ടെന്നാണ് അതിന്റെ എഫക്റ്റ്. അത് കാരണം ഫർണൈസ് പൊട്ടാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആകണം എന്ന് പറഞ്ഞ അവനും, എന്നാൽ അവസാനം അത് പൊട്ടിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് പാൻഗേറ്റിന് നിരാശ, മറ്റവന്മാർക്ക് ജയിച്ചതിൽ സന്തോഷം. സിയോയിൻ വരുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ വേണ്ട എന്ന്. എന്നാൽ അത് മൈൻഡാകാതെ എൽഡർ ഹവന്റെ അടുത്തേക്ക് പോയിട്ട് അവൻ ഉണ്ടാക്കിയത് അത് കാണിച്ചു. അത് ടയർ 5 പില്ലായിട്ട് മാറി. അതുകൊണ്ട് ഹാൻഷ്യൻ ഷോക്കായി പോയി. ഇവൻ ചീറ്റ് ചെയ്തു, ഇവന് പൊട്ടിച്ചതാണല്ലോ, ഇത് നടക്കില്ല. എന്നാൽ എൽഡർ ഹവ പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു നോക്കി. ആ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതെല്ലാം ഉണ്ട്. പറഞ്ഞതുപോലെ ടയർ 5 പില്ലുമാണ്. സിയോയും ജയിച്ചു. അത് കേട്ട് പാൻഗേറ്റിന് ഹാപ്പി, ബാക്കിയുള്ളവർക്ക് കരച്ചില്. അതുപോലെ തന്നെ അത്ഭുതം അവന് എങ്ങനെ കഴിഞ്ഞു എന്നത്. കാരണം വലിയ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തനാണ് ഹാൻഷ്യൻ. എന്ത് തന്നെയായാലും അതിന് ഒരു അവസാനം. 3 എൽഡേഴ്സ്, ആ 3 പേർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, 2 എൽഡേഴ്സിൽ ഒരാള് എൽഡർ ക്യുങ്ങാണ് ജയിച്ചത് എന്ന് മനസ്സിലായിട്ട് ഇപ്രാവശ്യം ഞാൻ തോറ്റു എന്ന് വിചാരിച്ച് എപ്പോഴും അങ്ങനെ ആകുമെന്ന് കരുതണ്ട, ഇനിയും നോക്കാം എന്ന് പറയുന്നു. അവിടുന്ന് കട്ടായിട്ട് ഒരു ഫോറസ്റ്റ്, അതിൽ ബീസ്റ്റുകളെ അറ്റാക്ക് ചെയ്തു പോകുന്ന കുറച്ച് പേര് അവരുടെ സംസാരത്തിൽ നിന്നും എന്തൊരു സാധനം എടുക്കാനാണ് പോകുന്നതെന്ന് മനസ്സിലാകാം. അതിൽ അവന്റെ പേര് ലിൻഷ്വ, മറ്റേത് ഹാവോ, മൂന്നാമത്തേത് യു. എന്തിനായാലും അതിനായിട്ട് വരുന്ന അല്ലെങ്കിൽ എതിർക്കാനായിട്ട് വരുന്ന ബീസ്റ്റുകളൊക്കെ എതിർത്ത് പോവുകയാണ്. ഇതേ സമയത്ത് മറ്റൊരു സൈഡിൽ ഇടിമിന്നല്. അത്രയും ഭയാനകമായ സ്ഥലത്ത് 3000 ലൈറ്റനിങ്, അത് പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സിയോയൻ അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന മാസ്റ്റർ. ഈ സ്കിൽ ഈ ടൈമിൽ മാത്രമേ പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പഠിക്കാൻ കഴിയൂ. എന്നാൽ ഇത് ഏറ്റവും അപകടമാണ്. ഇതിൽ നിനക്ക് പിടിച്ചെടുക്കണം. ഹെവൻലി ഫ്ലെയിമിനെ കൊണ്ട് ആയില്ല, പിന്നെയാണ് ഇത് എന്ന രീതിയിൽ അവൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നു. എന്നിട്ട് ചെയ്യാനായിട്ടും തുടങ്ങി. മാസ്റ്റർ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഒരു പവർ പോയിട്ട് അതിലേക്ക് ഇടിമിന്നൽ അബ്സോർബ് ചെയ്യുന്നു. ആ സ്ക്രോളിലേക്ക് മാറ്റി അത് അവൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. മൈൻഡിൽ ഉള്ളിൽ പല സ്കില്ലുകൾ അതൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്നാൽ അത് പിന്നെ ആയപ്പോൾ കൂടി വരുന്നത് കാരണം അവന് താങ്ങാൻ കഴിയുന്നില്ല. അവനോട് ഗ്രീൻ ലോട്ടസ് എടുത്ത് കവർ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ അവസാനം അത് കംപ്ലീറ്റ് ആയി. മാസ്റ്ററിനെ കംപ്ലീറ്റ് ആയി. അതിന് മാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലായി, നീ താഴോട്ടൊന്ന് നോക്കുമ്പോൾ അവൻ നിൽക്കുന്നത് എയറിൽ, അത് വിങ്സ് പോലും ഉപയോഗിക്കാതെ. ഇതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ സംഭവം ലൈറ്റനിങ്ങിന്റെ സ്പീഡ് കാരണം അത് കുറച്ചു നേരം മാത്രമേ കാണൂ. പറഞ്ഞതുപോലെ തന്നെ താഴേക്ക്. അത് കഴിഞ്ഞ് അതിന്റെ സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. ഫ്ലാഷിനെ പോലെ അവൻ പോകുന്നുണ്ട്. ചുറ്റുമുള്ളതെല്ലാം സ്ലോ ആയിട്ടാണല്ലോ കാണുന്നത്. പാമ്പുകളിൽ നിന്ന് കിളി രക്ഷിച്ചു, അതിനെയൊക്കെ കൂട്ടത്തോട് ഇടിച്ച്. ആ സമയത്ത് മാസ്റ്റർ ഈ 1000 പറ്റി 3000 അതിനെപ്പറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അതൊക്കെ ഇപ്പൊ കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് ബീസ്റ്റുകൾ. അവനെ വളഞ്ഞു പ്ലാൻ ചെയ്തതാണോ എന്ന് പറഞ്ഞ് അന്ന് ഒരു പ്രാവശ്യം കാണിച്ച, പിന്നെ ഒരു പ്രാവശ്യം കാണിച്ച് ആ സ്കില്ല് തന്നെ ഉപയോഗിക്കുന്നു. എല്ലാത്തിനെയും പിന്നെ വാരി പറക്കി അടിയാന്. അതിന്റെ സൈഡാകുമ്പോൾ മാസ്റ്റർ പറയുന്നത് ഇത് 3 ആയിട്ടാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് ലെവൽ മാത്രമാണ് നീ കംപ്ലീറ്റ് ആക്കി. ഞാൻ ഉറപ്പായും പഠിച്ച് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആക്കി സ്ട്രോങ് ആകും, പിന്നല്ലാതെ എന്ന് പറഞ്ഞ് പോവാണ്. അതിനുശേഷം മറ്റേ സൈഡിൽ അവര് എന്തിനാ വന്നല്ലോ, അവരുദ്ദേശിച്ച സ്ഥലത്ത് എത്തിയത് പോലെ യുവിനോട് ഇത് തന്നെയാണ് ഉറപ്പല്ലേ അത് എന്ന് യു, ഈ ഹാവോ, ലിൻഷ്വ, യു ഇവർ 3 പേരാണ് മെയിൻ. മറ്റാളെ കൂട്ടണ്ട. അവരുടെ സ്ട്രോങ് റാങ്കിങ് കോമ്പറ്റീഷന് വേണ്ടി എന്തിനുകൊണ്ടെന്ന് മനസ്സിലാകാം. അങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ട് ഐസ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ഏപ്പ് വരുന്നേ. നേരെ വന്ന അറ്റാക്ക്. അവിടുന്ന് കട്ടായിട്ട് സിയോയൻ കിട്ടിയ ലൈറ്റനിങ് ഉപയോഗിച്ച്
അവൻ പുതിയത് ഒരു സ്കില്ല് അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ ലൈറ്റനിങ്ങിന്റെ പവർ ഉപയോഗിച്ച് എയറിലേക്ക് ആക്കിയിട്ട് റൂളറിലേക്ക് എങ്ങനെയോ കൊടുത്തു. ഒരു ഫൈറ്റ് ടെക്നിക്ക് അത് ചെയ്യാനായിട്ട് തുടങ്ങി പല രീതിയിൽ. അതൊരു അടിപൊളി ടെക്നിക്ക് തന്നെയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഈ റൂളർ ഫൈറ്റ് ടെക്നിക്ക് ഇത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്താലേ ഫ്യൂച്ചറിൽ നിനക്ക് ഇതുകൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടാകും. അവനും അതിട്ട് ഹാപ്പി. അപ്പോഴാണ് ആ ഏപ്പിന്റെ സൗണ്ട് അങ്ങോട്ട് പിന്നെ പോകുന്നു. ഈ സമയത്ത് ആ ഏപ്പ് പോയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഹാവോ ലിങ്ഷ്വ യു പിന്നെ മറ്റാളി. എന്നാൽ അതിന്റെ സ്ട്രെങ്ത് കാരണം അവരെ അടിച്ച് തെറിപ്പിക്കുകയാണ്. എങ്കിലും ഒരുപാട് നോക്കുന്നുണ്ട്, അത് വിടുന്ന ലക്ഷണമില്ല. സ്കില്ലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവാണ്. ഹാവോ ഒരു അടി കൊടുത്ത് ആ ഹാമറിൽ അതിൽ തെറിച്ചു പോയി. എങ്കിലും അറ്റാക്ക് ആ സമയത്ത് ഷിയോയനും വന്ന് നോക്കുമ്പോൾ അത് ആ സ്നോ ഡീമൻ ഏപ്പ് എന്നൊരു ബീസ്റ്റാണെന്ന് മനസ്സിലായി. അവിടെ യുവിനെ കണ്ട് അതുപോലെ തന്നെ ലിൻഷുവിന്റെ പേര് കേട്ട് ഇത് ലിൻഷുവായോ സ്ട്രോങ് റാങ്ക് കോമ്പറ്റീഷനിലെ ടോപ്പ് 10 ഒരാളാണ് എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. ഇവരെന്തിനാണ് ആ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നത് മനസ്സിലായില്ല. അവരുടെ ഫൈറ്റ് നടക്കുന്ന ആ ബീസ്റ്റ് ലെവൽ 5 ആണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് എന്തൊരു ബോഡി മിൽക്ക് അല്ലെങ്കിൽ വേണ്ട കോർ മിൽക്ക് അതെടുക്കാനാണ് എന്നത് മനസ്സിലായി. ആ ഏപ്പ് പറയുന്നുണ്ട് അവരോട് പോകാൻ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കൊല്ലും എന്നതേ. എന്നാൽ അവർക്കത് അത്യാവശ്യമാണതുപോലെ. മാസ്റ്ററിനോട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള എനർജി. അത് ഒരു ലിക്വിഡാണ്. പുതിയ ബോണും ഉണ്ടാകുകയും അതുപോലെ തന്നെ ഡൗക്ക് പ്രാക്ടീസിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പറഞ്ഞു വന്നാൽ പ്യുവർ എനർജി ആയതുകൊണ്ട് തന്നെ അവരുടെ ഡൗക്കി അത് മസ്റ്റാണ്. അവന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ അവൻ ആ യുവിനെ കണ്ടിട്ട് ആ സീനിയർ എനിക്ക് കണ്ടിട്ട് പാവമായിട്ടാണ് തോന്നിയത്. അത്ര കുഴപ്പക്കാരിയല്ല. എനിക്ക് എങ്ങനെയാ കിട്ടുക? അതിന്റെ മാസ്റ്റർ ആ സ്നോ ഡീമൻ ഏപ്പ് അതിനെ കുറിച്ച് പറയുവാണ്. അത് ട്രൂ ലെവൽ 5 ബീസ്റ്റാണ്. അതായത് കിങ് ലെവല്. ബീസ്റ്റുകളെ അപേക്ഷിച്ച് ഒരു ലെവൽ കൂടുതലായിരിക്കും. ഡൗ പ്രാക്ടീഷണേഴ്സിനൊക്കെ വെച്ച് ഓക്കെ അവർ പാടുപെടും. അങ്ങനെ നിൽക്കുകയാണ് ലിൻഷുവയോട് അവൻ നീ അകത്തേക്ക് പോയിട്ട് സെർച്ച് ചെയ്യും, നമ്മളതിനെ തടയാൻ. അവളും കയറാൻ നോക്കുന്നു. എന്താ ഒട്ടും തന്നെ പറ്റുന്നില്ല. ലിൻഷുവിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതും അവൻ വിങ്സ് ഉപയോഗിക്കണം. അതുകൊണ്ട് അവർക്കൊരു അതിശയം. അവനൊരു ഡൗക്കിംഗ് ആണ് എന്നത് അവർ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്തോ ഒരു സ്കില്ല് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്ത് ആ ഏപ്പിനെ നേരെ മറ്റവരെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ പോകുന്നു. ആ ഏപ്പിനെ നേരെ വിടുകയും അത് ഐസ് കൊണ്ടായി കവറായിട്ടും ചെയ്തു. എന്നാൽ ആ സോഡ് മഴ പോലെ വന്നതിനെ തടയാൻ കഴിഞ്ഞില്ല. തെറിച്ചകത്തേക്ക് പോവാണ്. ഹാനല്ല ഹാവ് വന്നിട്ട് അപ്പം നീ ഒരു ഡൗക്കിങ്ങിലേക്ക് കയറിയല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് സംഭവം അവനൊരു ഡൗക്കി മെത്തേഡ് യൂസ് ചെയ്താണ്. ഈ വിങ്സ് പോലെ അതുപോലെ ആക്കിയതാണ് എന്നത് പറയുവാണ്. അതെടുക്കാനായിട്ട് പോകാം എന്ന് പറയുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ടും അവിടെ റെഡ് കളറിൽ എന്തോ കാണുന്നതും ഐസൊക്കെ പൊട്ടിച്ച് ഏപ്പ് വരുവാണ്. ബെർസർക്ക് ബ്ലഡ് ലൈനിലുള്ള ഒരു ഏപ്പാണ് എന്നത് മനസ്സിലായി. ഷിയോന് ആ ഫോം എടുത്ത് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. മാസ്റ്ററാണെങ്കിൽ ഇത് ഡേഞ്ചറാണ്. അത് നേരെ വന്ന അറ്റാക്ക് ലിൻഷുവിനെ ആദ്യം തന്നെ പറപ്പിച്ചു. യുവിനെ അറ്റാക്ക് ചെയ്യാൻ വന്നത് ഷിയോയന് വന്ന് അവളെ രക്ഷിച്ചു. പിന്നെ വരുന്നു അവിടെ നിന്ന് സ്പീഡിന് പോവാണ്. അവര് പിറകെ പോയതുപോലെ ദൂരെ ഒരു സ്ഥലത്ത് കണ്ടിട്ട് അവിടെ ആക്കി. യുവനാണെങ്കിൽ ഷിയോയനിൽ ഇംപ്രസ് ആയതുപോലെ അവനോട് നീ കുറച്ച് മാസം കൊണ്ട് തന്നെ സ്ട്രോങ് ആയല്ലോ, ആ എബിലിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അങ്ങോട്ട് ബാക്കിയുള്ളവരെത്തിയത്. അത് ഷിയോയനാണെന്നും ആ ഫയർ എനർജി കോമ്പറ്റീഷനിൽ ഫേമസ് ആയത് അതിവനാണ് എന്നത് മനസ്സിലായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. അവൻ്റെ ആ എബിലിറ്റി അത് വളരെ നല്ല ഒരു എബിലിറ്റിയാണ്. അതുമല്ല അത് അവൻ എങ്ങനെയാ അവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ മൗണ്ടൈനിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ആ സൗണ്ട് കേട്ട് ആ ബീസ്റ്റിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നീ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ സിയോന് ഞാൻ കേട്ടിട്ടുള്ളത് ആ ബീസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്തത് ബെർസർക്ക് ബ്ലഡ് ലൈനിലുള്ള ഒരു സ്കില്ലാണ്. ഈ ടൈമിൽ അതിന്റെ സ്ട്രെങ്ത് എന്നത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരിക്കും. അതുമല്ല അതിന്റെ മൈൻഡ് അൺകോൺഷ്യസും ആകും. അതുകൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചാലും വേദനിക്കില്ല. അവർക്ക് ശരിയാണ് എന്ന് തോന്നിയിട്ട് റിക്കവർ ആയിട്ട് വരാം. അവനോട് നീ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവനും പിന്നെ അവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട് ഫ്യൂച്ചറിൽ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, നമ്മൾ ഹെൽപ്പ് ചെയ്യും. അവന് നന്ദി പറയുവാണ്. അവര് പോയപ്പോൾ സിയോൻ പിന്നെ ആ ഏപ്പിന്റെ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം ഒരു ഡൗ സ്പിരിറ്റ് ലെവലുള്ളവർക്ക് പറ്റില്ല, എന്നാൽ ലിറ്റിൽ ഗേളിന് പറ്റും എന്ന് മാസ്റ്റർ മുമ്പ് പറഞ്ഞിരുന്നു. അതിന് അമത്തിസ്റ്റ് ലിക്വിഡൊക്കെ കൊടുത്ത് അത് കൂടുതൽ കഴിക്കുമ്പോൾ മുൻപ് ഒരു പ്രാവശ്യം കഴിച്ചതിന്റെ എഫക്റ്റേ കണ്ടതാണ് എന്ന് പറഞ്ഞ് കളിയാക്കി. അതിന്റെ നോക്കുമ്പോഴാണ് ആ ലിറ്റിൽ ഗേളിന്റെ കണ്ണിനുള്ളിൽ ക്യൂൻ മോഡുസിന്റെ രൂപം പോലെ അവന് തോന്നി. അപ്പോഴേക്കും ആ സൗണ്ട് കേട്ട് അത് വരുന്നുണ്ട്. ആ ഏപ്പിന് എന്താണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഇപ്പോൾ എനിക്കാണ് നിന്റെ ആവശ്യം, പിന്നെ ഹ്യൂമൻ നിനക്കെന്ത് ധൈര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഏപ്പും ലിറ്റിൽ ഗേളിനോട് തടയാനായിട്ട് പറയുമ്പോൾ ഓക്കെ പറഞ്ഞ് അത് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റി. എന്നിട്ട് നിൽക്കുന്നു. ഷിയോന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ നേരം ആ ഏപ്പ് അത് അവനെ പിടിക്കാനായിട്ട് വരുന്നു. എന്നാൽ 7 കളേർഡ് സാലമൻ പൈത്തനായ ലിറ്റിൽ ഗേള് ഒറ്റ അടിവാലോട്ട് തെറിച്ചു പോയി. എന്നാൽ വിടാതെ പിറകെ വരുവാണ്. മാസ്റ്റർ അവനോട് പറയുന്നുണ്ട് സൂക്ഷിക്ക്, അത് പിറകെ ഉണ്ട്.
അതുമായിരുന്നു ജസ്റ്റ് മിസ്. അടുത്തത് വന്നു ലിറ്റിൽ ഗേൾ പിന്നും തടഞ്ഞു. ഈ സമയം കൊണ്ട് തന്നെ അവൻ മുന്നോട്ടും പോയി. അത് തമ്മിൽ ഫൈറ്റ്. ഷിയോയൻ ടെൻഷൻ ആകുമ്പോൾ പേടിക്കണ്ട, ആ ഏപ്പിനെ കൊണ്ട് ആ ലിറ്റിൽ ഗേളിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നാമത് അത് ഏൻഷ്യന്റ് ബീസ്റ്റാണ്, രണ്ടാമതിന്റെ സ്ട്രെങ്ത് എന്നത് ഡൗ സോങ്ങിന് തുല്യമാണ്. ആ കോർക്വാഞ്ചിങ് മോഡി മിൽക്ക്, അങ്ങനെയാണ് അതിന്റെ പേര്, കോർ മിൽക്ക് എന്ന് തന്നെ പറയാം. അത് ആ ബീസ്റ്റുള്ള ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അങ്ങോട്ട് പോയി നോക്കാനായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കോർ മിൽക്ക് അതിൻ്റെ എഫക്റ്റീവ് ഒരു ബോണ് അത് റിഫൈൻ ചെയ്യും എന്നത് മാത്രമല്ല, അത് ബോർഡ് മുഴുവൻ ട്രാൻസ്ഫോർമേഷൻ പില്ലായിട്ട് മാറ്റും ഹ്യൂമൻ ഫോമിലേക്ക്. അത് കേട്ട് അന്ന് മാജിക്കൽ ബീസ്റ്റ് മൗണ്ടനിൽ ഇത് പറഞ്ഞത് ഞാൻ കേട്ടു. അങ്ങനെ ആ ഏപ്പ് അത് താമസിക്കുന്ന സ്ഥലത്തും എത്തി. അവിടെ ബീസ്റ്റുകളൊക്കെ ട്രാപ്പിൽ വീണ് അതിനെ കൊന്നു കഴിക്കുവായിരുന്ന എന്ന പോലത്തെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാം. അത് കഴിഞ്ഞ് തപ്പാനായിട്ട് തുടങ്ങി. എന്നാൽ അവിടെ ഒന്നും ഇല്ല. അപ്പോഴാണ് അതിവിടെ ഇല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ നിലക്കാണ് ഇനി ഹൈഡാക്കി വെച്ചേക്കുവാണോ എന്ന് ഒരു ഡൗട്ട് തോന്നിയിട്ട് അവിടെ നോക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അവിടെ എവിടെയും കണ്ടില്ല. എന്നാൽ ഒരു സ്ഥലത്ത് അവിടെ മാത്രം എന്തോ വ്യത്യാസം പോലെ, അവിടെ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പവർ ഉപയോഗിച്ചപ്പോൾ ഒരു ഹോള് കണ്ടുപിടിച്ച് കള്ളക്കുരങ്ങ് എന്ന് പറഞ്ഞ് അതിലേക്കും ചാടി. ഈ സമയത്ത് ലിറ്റിൽ ഗേൾ അയ്യപ്പൻ തമ്മിലുള്ള ഫൈറ്റ് അത് തന്നെയാണ്. ലിറ്റിൽ ഗേളിന്റെ അറ്റാക്കിൽ നന്നായിട്ട് വാങ്ങിച്ച് കൂട്ടുവാണ്. ഏപ്പെന്ന് ഒരു ടൈമിൽ അതിനെ പിടിക്കാൻ നോക്കി, എന്നാൽ അതിലൊന്നും പറ്റുന്നില്ല. അത് തന്നെ കാരണം ഏപ്പ് കിങ് ലെവൽ മാത്രമാണ്. ലിറ്റിൽ ഗേൾ ആ ലിക്വിഡ് ഫോം അത് ഉപയോഗിച്ച് അറ്റാക്ക് ആദ്യം മാറി, പിന്നെ സ്വന്തം എബിലിറ്റി അത് യൂസ് ചെയ്യുന്നു, കല്ലാക്കി മാറ്റി തിരിച്ചുവിട്ട് പാലുകൊണ്ട് പൊട്ടിച്ചു. പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് പോലെ. പിന്നെ ആ ഫോഗിന്റെ ഇടയിൽ കൂടി വന്ന നേരെ ഫൈറ്റാണ്. ഷിയോയൻ അവസാനം ആ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ മുഴുവൻ മുള്ളു പോലെയുള്ള അതിനെന്തോ പറയുമായിരുന്നു, സ്പ്രൈക്കാ എന്തോട്ടെ അങ്ങനെയുള്ളതാണ്. മാസ്റ്ററും പുറത്ത് വന്ന് ദോ അതാണ് സാധനം എന്ന് പറഞ്ഞ് അവരും അങ്ങോട്ട് പോയി. ഇതാണല്ലേ കോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ അത് എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ മാസ്റ്റർ തടഞ്ഞു. നിനക്ക് വേണ്ടത് ഇതല്ല എന്ന് പറഞ്ഞ മുകളിലേക്ക് പോയിട്ട് അവിടെ ഒരു സ്റ്റോണ് പോലെ കട്ട് ചെയ്തു. അതെടുക്കാനായിട്ട് പറയുന്നു. അവനെടുക്കുമ്പോഴാണ് അതിനുള്ളിൽ തിളങ്ങുന്ന ഒന്ന്, അതാണ് യഥാർത്ഥ പ്യുവർ എനർജി ആയ കോർ മിൽക്ക്. രണ്ടും ഒന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അതിന്റെ മെയിൻ സോഴ്സ് ഇവിടെ മാത്രമേ കാണൂ. അതറിയാതെ വന്നവരെ എടുക്കുന്നു. അവനത് എടുത്തിട്ട് തിരികെ വെച്ച് ഇനി പോകാൻ ലിറ്റിൽ ഗേളിന് അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയില്ല ഓക്കെ എന്ന് പറഞ്ഞു പോയി. എന്നാൽ ലിറ്റിൽ ഗേളല്ല ഏപ്പിനാണ് അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നൊരവസ്ഥ. അവിടെയുള്ള കല്ലൊക്കെ ഫ്രീസ് ആക്കിയിട്ട് ലിറ്റിൽ ഗേളിനെ കൊല്ലാനായിട്ട് വിടുന്നു. എന്നാൽ അതെല്ലാം സ്കിപ്പായിട്ട് മാറിയിട്ട് നേരെ വന്ന് സിമ്പിളായിട്ട് ചുറ്റിയെടുത്ത് ഒറ്റയേറ് അത് വീണു. എങ്കിലും ഒരു പവർഫുൾ സ്കില്ല് അത് നേരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് എതിർക്കാനായിട്ട് ലിറ്റിൽ ഗേളും ആ രണ്ടും നേരെ വരുന്നത് കാണിച്ച് ഷിയോയൻ വന്ന് നോക്കുമ്പോൾ അതെന്താണ് പറ്റിയതെന്ന് മനസ്സിലായില്ല. എന്നാൽ ഏപ്പ് പരിക്കേറ്റ് കിടക്കുന്നു. ലിറ്റിൽ ഗേൾ പിന്നെ ചീറ്റുന്ന രീതിയിൽ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ലിറ്റിൽ ഗേൾ ഇത്ര സ്ട്രോങ് ആകുമെന്ന്. വൈന് പോകാം എന്ന് പറയുന്നു. എന്നിട്ട് പോകുമ്പോൾ ലിറ്റിൽ ഗേളും പഴയ ഫോമിലേക്ക് മാറിയിട്ട് അവിടെ നിന്ന് പോവാണ്. നിന്നെയൊന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഏപ്പ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.